ഭൂമിയുടെ ഘടന അതായത് സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ഭാഗത്തുനിന്ന് PSC സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് ആയതിനാൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. നമുക്ക് ആരംഭിക്കാം. ഭൂമിയുടെ ഘടന പരിശോധിക്കുമ്പോൾ പ്രധാനമായും 3 പാളികൾ ആയിട്ടാണ് കാണുവാൻ സാധിക്കുക. ഏറ്റവും മുകളിലുള്ള ഭാഗം ക്രസ്റ്റ് അതായത് ഭൂവൽക്കം. അതിനു തൊട്ടു താഴെയായി മാന്റിൽ. അതിനു തൊട്ടു താഴെയായി കാമ്പ്. അതായത് കോറിനെ വീണ്ടും രണ്ടായി ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. ഓരോ പാളികളെയും പറ്റി നമുക്ക് നോക്കാം. ക്രസ്റ്റ് അതായത് ഭൂവൽക്കം എന്നത് ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ക്രസ്റ്റിനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും. ക്രസ്റ്റുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന 3-4 പോയിന്റുകൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് 30 മുതൽ 70 കിലോമീറ്റർ വരെ തിക്നെസ് ഉള്ളതാണ്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റ് 5 മുതൽ 10 കിലോമീറ്റർ വരെ തിക്നെസ് ഉള്ളൂ. ആയതിനാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൾവേസ് തിക്കർ താൻ ഓഷ്യാനിക് ക്രസ്റ്റ്. സെക്കൻഡ് പോയിന്റ്. എന്നാൽ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാൾ ഡെൻസിറ്റി കൂടുതൽ ഉള്ളത് ഓഷ്യാനിക് ക്രസ്റ്റിനാണ്. തേർഡ് പോയിന്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സിയാൽ കൊണ്ടാണ്. അതായത് സിലിക്ക പ്ലസ് അലുമിനിയം. അതേസമയം ഓഷ്യാനിക് ക്രസ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സിമ കൊണ്ടാണ്. അതായത് സിലിക്ക പ്ലസ് മഗ്നീഷ്യം. ക്രസ്റ്റുമായി ബന്ധപ്പെട്ട സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഏതാണ് കൂടുതൽ തിക്കർ? ഏതിനാണ് കൂടുതൽ ഡെൻസിറ്റി? എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് അടുത്തതായി ഭൂമിയുടെ രണ്ടാമത്തെ ലെയറായ മാന്റിലിലോട്ട് കടക്കാം. ഭൂമിയുടെ പാളികളിൽ ഏറ്റവും വലിയ ഭാഗം മാന്റിലാണ്. ഏകദേശം 84% വരുമിത്. 2900 കിലോമീറ്റർ ഡെപ്തുമുണ്ട്. മാന്റിലിനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ ലെയേഴ്സിനെ പറ്റി കൂടി സംസാരിക്കേണ്ടതുണ്ട്. മാന്റിലിനെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പർ മാന്റിൽ എന്നും ലോവർ മാന്റിൽ എന്നും. ഇതിൽ ഭൂമിയുടെ ക്രസ്റ്റും അപ്പർ മാന്റിലും ചേർന്ന ഭാഗത്തെ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ലിത്തോസ്ഫിയറിനു തൊട്ടു താഴെയായി കാണപ്പെടുന്ന സെമി മോൾഡൻ സ്റ്റേജിൽ ഉള്ള ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അസ്തനോസ്ഫിയറിൽ മാഗ്മ കാണപ്പെടുന്നു. ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത് തുടർച്ചയായിട്ടല്ല, മറിച്ച് വിവിധ കഷണങ്ങളായിട്ടുള്ള പ്ലേറ്റുകൾ ആയിട്ടാണ്. അവയെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ എല്ലാം അസ്തനോസ്ഫിയറിനു മുകളിലായി ഒഴുകി നടക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിത്തോസ്ഫിയർ സോളിഡ് ആൻഡ് റിജിഡ് ആണ്, എന്നാൽ അസ്തനോസ്ഫിയർ സെമി മോൾട്ടൻ രൂപത്തിലാണ്. അടുത്തതായി ഭൂമിയുടെ 3 ലെയറിൽ അവസാനത്തെ ലെയറായ കോറിനെ പറ്റി സംസാരിക്കാം. കോറിനെ നിഫെ ലെയർ എന്നും വിളിക്കാറുണ്ട്. കോറിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നുമായി തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം ഔട്ടർ കോറാണ്. കൂടാതെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന സെക്കൻഡറി വേവുകൾ ഔട്ടർ കോറിലൂടെ സഞ്ചരിക്കുകയില്ല. കാരണം സെക്കൻഡറി വേവുകൾക്ക് സോളിഡ് സ്റ്റേറ്റിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിൽ ആയതിനാൽ സെക്കൻഡറി വേവുകൾക്ക് ഔട്ടർ കോറിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. കൂടാതെ ഭൂമിയുടെ പാളികളിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഭാഗം ഇന്നർ കോറാണ്. എന്നാൽ ഡെൻസിറ്റി കുറഞ്ഞ ഭാഗം ക്രസ്റ്റ് അതായത് ഭൂവൽക്കമാണ്. കൂടാതെ കോറിൽ കാണപ്പെടുന്നത് പ്രധാനമായും നിക്കലും അയനുമാണ്. അതുകൊണ്ടാണ് കോറിന് നിഫെ എന്ന പേര് വരാനുള്ള കാരണം. ശ്രദ്ധിക്കേണ്ട മറ്റു പോയിന്റുകൾ. ക്രസ്റ്റിൽ നിന്ന് കോറിലോട്ട് വരുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഡെൻസിറ്റിയും കൂടി വരുന്നു.